ഹായ് ഫ്രണ്ട്സ്, ഷിബി ടെക് ടിപ്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം പറയാൻ പോകുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ സ്റ്റോറേജ് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ ഹാങ്ങായി കിടക്കുന്ന ഫോൺ ഒന്ന് എങ്ങനെ നമുക്ക് സ്മൂത്താക്കാം എന്നുള്ളതാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ മൊബൈൽ ഫോൺ, ആൻഡ്രോയിഡ് ഫോൺ ഒരുപാട് ആപ്പുകളും അതുപോലെ തന്നെ ഫോൾഡേഴ്സ്, ഫയൽസുകളും അതുപോലെ തന്നെ പിക്ചേഴ്സ്, വീഡിയോസ് തുടങ്ങിയത് കൊണ്ട് നിറഞ്ഞു കിടക്കുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെവരായിരിക്കും ഈ ഒരു വീഡിയോ കാണുക, അങ്ങനെ തമിഴിൽ കണ്ടു വന്നവരായിരിക്കുമല്ലോ വീഡിയോ കാണുന്നത്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് നാം ചെയ്യുന്നത് ഈ ഒരു വീഡിയോ. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. പുതിയൊരു യൂട്യൂബർ എന്ന നിലയ്ക്ക് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് അതായത് നമ്മുടെ മൊബൈൽ സ്റ്റോറേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ട്രിക്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ മൊബൈലിൽ സെറ്റിങ്സ് ചെയ്യേണ്ട കാര്യമാണ്. അതായത് നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക. ഇപ്പോൾ എൻ്റെ മൊബൈലിൽ സ്റ്റോറേജ് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈലിലെ സ്റ്റോറേജ്, ഇൻറ്റേർണൽ സ്റ്റോറേജ്, SD കാർഡ് എന്ന് 2 ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. പിന്നെ സിസ്റ്റം സ്പേസ്, അവൈലബിൾ സ്പേസ്, സിസ്റ്റം സ്പേസ്, അതുപോലെ തന്നെ ആപ്സിന് എത്ര GB യൂസ് ചെയ്തിട്ടുണ്ട്, പിക്ചേഴ്സിന് എത്ര യൂസ് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ്സിന് ഇങ്ങനെയൊക്കെ ഇവിടെ കാണിക്കും. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ്സിൻ്റെ കടിയിലായിട്ട് കേച്ച്ഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ, ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പോപ്പ് ബട്ടൺ ചോദിക്കും, അതായത് ദിസ് വിൽ ക്ലിയർ കേച്ച്ഡ് ഡാറ്റ ഫോർ ഓൾ ആപ്സ്, അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ 213 MB ആണ് നമ്മുടെ ഈ ഒരു കേച്ച്ഡ് ഡാറ്റ ആയിട്ട് എൻ്റെ മൊബൈലിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലും ഉണ്ടാവും. ആ ഒരു MB നിങ്ങൾ ക്ലിയർ ചെയ്തതിലൂടെ കൂടെ നിങ്ങൾക്ക് അത്രയും MB നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഫ്രീ ആയിട്ട് ലഭിക്കുകയാണ്. അതായത് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അവിടെ അടിഞ്ഞു കൂടുന്ന MB ആണത്. അതൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെത് 1.16 GB ഫ്രീ ആയിട്ട് വീണ്ടും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു MB ഫ്രീ ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ ട്രിക്ക്. പിന്നെ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് നൽകുന്നുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ആപ്ലിക്കേഷൻ്റെ പേര് MT ഫോൾഡർ ക്ലീനിങ് എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, MT ഫോൾഡർ ക്ലീനിങ്. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻസിൻ്റെ ഫയൽസുകൾ, വേണ്ടാത്ത ഫോൾഡേഴ്സ് കുറേ ഉണ്ടാവും. നമ്മളതൊന്നും അറിയില്ല. അത് നമ്മുടെ മൊബൈലിലെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ SD കാർഡിലായിട്ട് ഒരുപാട് അടിഞ്ഞു കൂടും. നമുക്ക് വേണ്ടാത്ത ഫോൾഡേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഹാങ് ആയിട്ട് വന്ന് ഈ വീഡിയോ കാണാൻ വന്നിട്ട് ഈ പുതിയൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി അതും കൂടി നിങ്ങൾ മൊബൈലിൽ കുത്തി കയറ്റുകയാണെന്നല്ല പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ അത് ഒരു MB പോലുമില്ല. എനിക്ക് തോന്നുന്നത് 500 ചില്ലാൻ KB ആണുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അതായത് 3 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്കാൻ MT ഫോൾഡേഴ്സ്, ഹോൾ ഡിവൈസ്, ഡിലീറ്റ് MT ഫോൾഡേഴ്സ് പ്രിഫറബിൾ ഫോർ എക്സ്റ്റേണൽ സ്റ്റോറേജ്. അതായത് നമ്മുടെ മൊബൈലിലുള്ള വേണ്ടാത്ത ഫോൾഡേഴ്സൊക്കെ ഇത് സ്കാൻ ചെയ്യും. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ മൊബൈലിൽ മുഴുവൻ വേണ്ടാത്ത, അതുപോലെ തന്നെ കാലിയായി കിടക്കുന്ന ഒരുപാട് ഫോൾഡേഴ്സ് ഇപ്പോൾ സ്കാൻ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ ഒരുപാട് കാലിയായ ഫോൾഡേഴ്സാണ്. അപ്പോൾ ഈ ഒക്കെ ഫോൾഡേഴ്സ് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തെ ഓപ്ഷനായ ഡിലീറ്റ് MT ഫോൾഡേഴ്സ്, അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ മൊബൈലുള്ള മുഴുവൻ വേണ്ടാത്ത കാലിയായി കിടക്കുന്ന ഫോൾഡേഴ്സൊക്കെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ഏകദേശം എല്ലാ ഇതും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ മൊബൈലിൽ മുഴുവൻ വേണ്ടാത്ത ഫോൾഡേഴ്സും ഡിലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, 0 MT ഫോൾഡേഴ്സ് ഡിലീറ്റഡ്. ഇനിയൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ 2 ട്രിക്കാണ് ഞാനിന്ന് കാണിച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് നിങ്ങളുടെ മൊബൈലിൽ ട്രൈ ചെയ്ത് നോക്കുക. ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലെ ഫാമിലി ഗ്രൂപ്പ്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.